ഏതാണ് അഴിഞ്ഞ ശബ്ദം എന്നല്ല ആലോചിക്കുന്ന ഒരാളെ അഴഞ്ഞഴിഞ്ഞു പോകുന്നുണ്ട് ഫ്രെയിമിൽ വരാതിരിക്കാൻ. തക്കിട്ടു ഐ എം സോറി. വാരിയർ ഏതാണ് അഴിഞ്ഞ ശബ്ദം എന്നല്ല ആലോചിക്കുന്ന. വെൽക്കം ബാക്ക് ടു യോർസ് ട്രൂലി ശിൽപ ബാല. ഒരുപാട് നാളായില്ലേ വ്ളോഗ് എടുത്തിട്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ വ്ളോഗ് എടുക്കാത്ത എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഉത്തരം എപ്പോഴും ഇതാണ്: എടുക്കാം, ഇപ്പൊ വേഗം വരുന്നുണ്ട് അടുത്ത ആഴ്ച. എന്നാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ അത് നടന്നതിന് ശേഷമോ അല്ലെങ്കിൽ നടക്കണ എന്താണ് കുട്ടാ എന്തെറ്റി? മാംഗോ പുഡിങ് തരാം. അപ്പൊ മാംഗോ പുഡിങ് അത് എവിടെ നിന്നല്ലേ? ഞാൻ എല്ലാം പറഞ്ഞുതരാം. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ 2 കൂട്ടുകാരികളെ വിളിച്ചിട്ട് വരൂ നമുക്ക് നോമ്പ് തുറ വീട്ടിലുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ നോമ്പ് തുറക്കി വിളിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴാണ് വിശാല മനസ്കഥയുള്ളവർ എൻ്റെ അടുത്ത് പറയുന്നു, ഇതൊക്കെ ഒരു വ്ളോഗ് എടുക്കണ്ടേ, എന്നാലല്ലേ കാര്യമുള്ളൂ എന്നൊക്കെ. ശരിയാണ്, ബിക്കോസ് ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐ മീൻ ഒരു ഭയങ്കരമായ കഷ്ടപ്പാടൊന്നുമല്ല. നമ്മളെ തലശ്ശേരി സ്റ്റൈലിലോ കാഞ്ഞങ്ങാട് സ്റ്റൈലിലെല്ലാം നോമ്പ് തുറക്കണമെങ്കിൽ ടേബിൾ നിറയണം. പക്ഷെ എന്നെ കൊണ്ട് ഇത്രയും നിറയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, സോ ഇവിടെ മിൻ ചട്നി സാൻഡ്വിച്ച് ഉണ്ട്, ഇവിടെ വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ഉണ്ട്, ഇവിടെ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ട്. അവിടെ തക്കിട്ടു കഴിഞ്ഞ കുറെ നേരമായിട്ട് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ മാംഗോ പുഡിംഗ് ഉണ്ട്, പിന്നെ സം ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ചിക്കൻ സാലഡ് ആൻഡ് വാട്ടർമെലൺ ഫെറ്റ ചീസ് സാലഡ്. പിന്നെ ഷർബത്ത് ഉണ്ട്. ഇത് മൊഹബത്തിന്റെ ആണോ അല്ലാത്തയാണോ എന്നൊന്നും എനിക്കറിയില്ല. മൊഹബത്തിൽ ബത്തക്ക ഉണ്ട്, പക്ഷെ ഇതിൽ ഞാൻ ബത്തക്ക ഇട്ടിട്ടില്ല. ആൻഡ് പിന്നെ കുറച്ച് ഫ്രൈഡ് വെജീസ്, ഐ മീൻ ഡ്രൈഡ് വെജീസ്. അപ്പൊ എന്തുകൊണ്ടാണ് ചിക്കൻ സാലഡ് ഉണ്ടാകുമ്പോൾ വെജ് സാലഡ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റ് അവർ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് നമ്മൾ ആദ്യം അന്വേഷിച്ച് വേണം നമ്മൾ നമ്മുടെ വിഭവ സമൃദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ. ആൻഡ് ഐ ഹാവ് എ പ്യൂർ നോൺ വെജിറ്റേറിയൻ ആൻഡ് പ്യൂർ വെജിറ്റേറിയൻ വിത്ത് മീ ടുഡേ. ഹിയർ പ്ലീസ് മീറ്റ് പ്രിയ വാര്യർ ആൻഡ് അഞ്ജന ശരത്. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഒറ്റ ശ്വാസത്തിലുള്ള പ്രകടനം? ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, ഇതൊക്കെ തന്നെ ഒരു കഴിവാണ്. അതിപ്പോ ഞാൻ സീക്രട്ട് ആയിട്ട് പറയാം. ഞാൻ കേട്ടിട്ടില്ല, ഞാൻ മിസ് ചെയ്തു. ബിക്കോസ് എന്നെ കുറിച്ച് നല്ല കാര്യങ്ങളൊന്നും എന്റെ മുമ്പെന്ന് ഇവർ പറയാറില്ല. ബട്ട് അതുകൊണ്ട് തന്നെ അത് സീക്രട്ടായി അതങ്ങനെ പോയി. അല്ല, ഇതൊരു കഷ്ടപ്പാടാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അഞ്ജു എൻ്റെ അടുത്ത് ചോദിച്ചത് ബീഫ് കഴിക്കുമോന്ന്. ഓക്കെ, അവള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ബീഫ് കഴിക്കും, പക്ഷെ എന്റെ ഡയറ്റിൽ റെഡ് മീറ്റ് ഇപ്പൊ കഴിക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പൊ പറഞ്ഞു എന്റെ ഉമ്മ ഉണ്ടാക്കിയ 2-3 കട്ട്ലറ്റ് ഉണ്ടായിരുന്നു, സാരില്ല. അല്ലെങ്കിൽ ഇപ്പൊ 2 ബീഫ് കട്ട്ലറ്റ് തിന്നുകൊണ്ട് ഇവിടെ ആരും വീർത്ത് പണ്ടായൊന്നും ഇറങ്ങാൻ പോകുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ബീഫ് കട്ട്ലറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അതിപ്പോ ഒന്ന് എണ്ണയിൽ വറുത്തെടുത്തു കഴിഞ്ഞാൽ സബാഷ്. ഇവിടെ ആരാണ് നോമ്പെടുക്കുന്നതല്ലേ? അഞ്ജു മാത്രമാണ് നോമ്പെടുക്കുന്നത്. നമ്മൾ ആരും നോമ്പെടുക്കുന്നില്ല. പക്ഷെ ഏത് സമയം ഫുഡ് റെഡി, ചായ റെഡി എന്ന് പറഞ്ഞാൽ ഓടിയെത്തുന്ന ഒരാളുണ്ട് ഇവിടെ. അപ്പൊ ഫുഡ് റെഡി എന്ന് മാത്രം പറഞ്ഞാൽ മതി, പക്ഷേ വെജിറ്റേറിയൻ ഫുഡ് ആയിരിക്കണം എന്നുള്ള ഒറ്റൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ. പാവല്ലേ ഇപ്പൊക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ഇഫ്താർ വ്ളോഗ് ആയാലോ എന്ന് ഞാൻ വിചാരിച്ചു. അവിടെ അവർ നോമ്പ് മുറിച്ചു. നമ്മള് നോമ്പ് മുറിച്ചിട്ടില്ല. ഇഫ്താർ ആവണം, എന്നാലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫോളോ വാട്ട്? ഇവിടെ ഗസ്റ്റ് ഉണ്ട്, അവരാദ്യം കഴിച്ചിട്ടല്ലേ തക്കിട്ടു നമ്മൾ കഴിക്കേണ്ടത്. Okay, yeah. Actually, yeah, that's right. I know you're hungry. You can have. അപ്പം നമ്മൾക്ക് ഇത്രയും വിശാലമായ ഫുഡൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യണ്ടടാ. പൊതുവെ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 2 വാക്ക് സംസാരിച്ചോളൂ. ബിക്കോസ് എന്നെ കുറിച്ച് ആൾക്കാർ പുകഴ്ത്തിയിട്ട് കുറച്ച് നാളായി. സോ യുനോ എന്നെ കുറിച്ച് എന്താന്ന് വെച്ചാൽ വേണമെങ്കിൽ പറഞ്ഞോളൂ. ഞാനിവിടെ ഉണ്ടെന്ന് വിചാരിക്കരുത്. ഓഫ് ക്യാമറ പുകഴ്ത്തി മാത്രമേ ശീലമുള്ളൂ, അതുകൊണ്ട് ഓൺ ക്യാമറ പുകഴ്ത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ പറഞ്ഞോ. എന്റെ വേർപ്പും ചോരയും ഒഴുക്കി ഞാൻ നിങ്ങൾക്ക് ഇത്രയും ഫുഡ് ഉണ്ടാക്കി തന്നു എന്ന് നീ. ഇവിടെ വരുമ്പോഴും നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാവും. എനി ടൈം യു കം ഹിയർ നല്ല ഭക്ഷണം ഉണ്ടാവും. അപ്പൊ രാവിലെ നേരത്തെ എണീറ്റ് ജിമ്മിൽ പോകുന്നതിന് മുന്നേ ആണെങ്കിൽ പോലും ഇവിടെ നല്ല ഭക്ഷണം ഉണ്ടാവും. കഴിച്ചിട്ട് പോയാൽ മതി 2 റൊട്ടിയും പനീറും. സോ ദാറ്റ്സ് an അടിപൊളി തിങ് അബൌട്ട് യു. ഗസ്റ്റ് വരെ അവരെ സൽക്കരിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സോ അഞ്ജു
ഒരാളെ അഴഞ്ഞഴിഞ്ഞു പോകുന്നുണ്ട് ഫ്രെയിമിൽ വരാതിരിക്കാൻ. തക്കിട്ടോ ഐ എം സോറി. പക്ഷെ ഐ ലൈക്ക് ദാറ്റ് എന്താ പ്രസൻസ് ഓഫ് മൈൻഡ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഡിസ്റ്റർബ് ചെയ്യാതെ ആ ഷോട്ട് മുന്നിലേക്ക് പോയി. യു ആർ എ ട്രൂ ആർട്ടിസ്റ്റ്. കൺഗ്രാറ്റ്സ്. എനിക്കറിയാം, ഇനിയെങ്കിലും ഞാൻ ആ മാംഗോ പുഡിംഗ് തിന്നു. ആക്ച്വലി ഉണ്ടല്ലോ, പ്രിയ ഇവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് പ്രിയ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അച്ഛനും അമ്മയുടെ അടുത്ത് മാറി നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല വീട്ടിലെ ഭക്ഷണമൊക്കെ കൊടുക്കണമല്ലോ. ഐ മീൻ ദാറ്റ് വിൽ മേക്ക് ഹർ ഹാപ്പി എന്നൊക്കെ വിചാരിച്ച് എൻ്റെ ഉള്ളിൽ അമ്മത്തൊ പുറത്ത് വന്നിട്ട് ഞാൻ നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ വറുത്തതും സ്ക്വിഡും എന്തൊക്കെയൊക്കെയോ ഞാൻ ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചു പ്രിയ കണ്ടോടനെ വാവ്, പ്രിയ എല്ലാം തുറന്നിട്ട് എല്ലാം നന്നായിട്ടുണ്ട്. അല്ല, അത് മാത്രല്ല, എന്തോ ഭാഗ്യത്തിന് പരിപ്പ് എന്തോ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നെയ്ച്ചോറുണ്ടായിരുന്നു. നെയ്ച്ചോറിന്റെ കൂടെ ആരെങ്കിലും പരിപ്പ് കഴിക്കോ? അവൾ പരിപ്പ് കഴിച്ചു. എന്നിട്ട് നെയ്ച്ചോറൊക്കെ എനിക്കെന്താ വർക്കായിരുന്നു. അതറിയാണ്ട് സംഭവിച്ചു. സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർക്ക് ചോറിന് കൂടെ പപ്പടം കഴിക്കാനാണ് ഇഷ്ടം. വെരി കോമൺ തിങ്. എനിക്ക് പപ്പടം ഇഷ്ടമല്ല. ഞാൻ യൂഷ്വലി എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ അമ്മ വറുത്ത് തരുന്നത് ഫ്രൈംസ് അല്ലെങ്കിൽ കൊണ്ടാട്ടം അങ്ങനത്തെ സാധനങ്ങൾ എനിക്കിഷ്ടം. ഞാൻ നോക്കിയപ്പോ ഒരു പാത്രം കറക്റ്റ് അതിനകത്ത് ഫുള്ള് മറ്റേ ചക്രം ചക്രം ഹാപ്പി. കുറച്ച് തൈരും കുറച്ച് ചോറും. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു തൃപ്തിയായില്ല കേട്ടോ. ലൈക്ക് ഐ വാസ് ലൈക്ക് ഓ നോ, ഐ ഷുഡ് ഹാവ് ജസ്റ്റ് തോട്ട് അബൌട്ട് ഇറ്റ്. അപ്പൊ പ്രിയ ഉടനെ നമ്മൾ വെജിറ്റേറിയൻ ലൈക്ക് ഇത്രയും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഷി വാസ് ലൈക്ക് വാരിയർ. ഓ വാരിയറുട്ടി, ഓക്കെ. അപ്പൊ ഇനി പരിപ്പ് ഇറ്റ് ജസ്റ്റ് ഡിഡ്ന്റ് ഓക്കർ. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ഐ വാസ് ലൈക്ക് ഓക്കെ. ബിക്കോസ് എന്റെ സുഹൃത്തുക്കളിൽ വെജിറ്റേറിയൻസ് ഇല്ല, ആരും തന്നെയുള്ള. ഉണ്ടെങ്കിലും മുട്ട കഴിക്കോ? ഇല്ല. മുട്ട കഴിക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ട്. ഇത് അതും ഇല്ല. എന്തൊരു ഈ ചിക്കൻ കഴിക്കാത്തൊരു ജീവിതത്തിനെ കുറിച്ച് ഐ മീൻ വാട്ട് ഈസ് ദ പർപ്പസ് ഇൻ യുവർ ലൈഫ്? ഞാനത് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞങ്ങൾ 3 പേര് ഇരുന്നിട്ട് പലപ്പോഴും ഇതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. വെജിറ്റേറിയൻ എന്ന നിലയിൽ ലൈക്ക് ഡു യു തിങ്ക് യു മിസ് ഔട്ട് ഓൺ സംതിങ് റിയലി ഗുഡ് ഇൻ ലൈഫ്? Like what people praise too much about when it's ഒരു ബീഫ് സ്റ്റേക്ക് ആണെങ്കിൽ ഇങ്ങനെ ചിക്കന്റെ കാലൊക്കെ ഇങ്ങനെ കടിച്ചു പൊടി അല്ലേ, അതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് എന്തൊരു തോന്നാറുണ്ട്. ലൈക്ക് അതിന്റെ ഒക്കെ രുചി ഒരിക്കലും അറിയില്ലല്ലോ എന്നുള്ളൊരു തോട്ട് തോന്നാറുണ്ട്. ഐ ട്രൈ, ഞാൻ ചിക്കൻ കഴിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതെന്തോ ഒരു അതിന്റെ ടെക്സ്ചർ മൈൻഡാണോ പ്രശ്നം? അല്ല, ടെക്സ്ചർ എന്നെ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞ് ഇതാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ മൈൻഡ് ബ്ലോക്ക്. മൈൻഡ് ബ്ലോക്ക് അല്ലേ? അല്ല, മിക്സിയിൽ അടിച്ചൊന്ന് ജ്യൂസ് ആക്കി തന്നാലും ഇല്ല, ഞാൻ കുടിക്കില്ല. എനിക്ക് ഒരിക്കലും പറ്റില്ല. എനിക്ക് ഇങ്ങനെ പല ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഈ അടുത്തിപ്പോ ഞാൻ ഹോങ്കോങ്ങിനും കൂടെ ട്രാവൽ ചെയ്ത് വന്നപ്പോ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പട്ടിണി കിടക്കുകയാണെങ്കിലും കിടക്കും, പക്ഷെ നോൺ വെജ് കഴിക്കില്ല എന്നുള്ളത്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ മൈൻഡ്, ടെക്സ്ചറിന്റെ പ്രശ്നമാണ്. എനിക്ക് ടെക്സ്ചർ ഇപ്പൊ നോൺ വെജിന്റെ ടെക്സ്ചർ ഉള്ള ഒരു സോയോ മഷ്റൂം പോലും എനിക്ക് കഴിക്കാൻ താല്പര്യമില്ല. ഓ എന്റെ ഭാഗ്യം, ഞാനിന്നില്ലേ സോയ റൈസ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. അതാകുമ്പോ ഹൈ പ്രോട്ടീനും ആണ്, എന്നാ അഞ്ചോനൊരു ചിക്കന്റെ ലുക്ക് കിട്ടും, അവർക്ക് പ്രിയക്ക് മറ്റേ വെജിറ്റേറിയൻ ഫീലും ആയിരിക്കും എന്ന് വിചാരിച്ചു. ഭാഗ്യം അത് ക്യാൻസൽ ചെയ്ത്. ഇല്ല, ഇതൊന്നൊന്നുമല്ല, ഇതൊക്കെ സ്റ്റാർട്ടേഴ്സ് മാത്രമാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ മെയിൻ കോഴ്സ് പറയുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് ചെയ്താലോ? ഓക്കെ, ടേസ്റ്റ് ടെസ്റ്റ്. ഓ കട്ട്ലറ്റ്. പക്ഷേ ദിസ് ഈസ് ബീഫ്. അല്ല, ഇത് ഞാൻ വെറുതെ ഇങ്ങനെ നിങ്ങൾ പൊരിക്കുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നു. ഓ അങ്ങനെ. നോ, ഷീസ് നെവർ ട്രൈഡ് ബീഫ്. ഐ നെവർ മെയ്ഡ് ഹർ ട്രൈ. ഞാൻ തന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് ബീഫിന്റെ രുചി എന്താന്ന് അറിഞ്ഞത്. ഞാൻ എൻ്റെ അമ്മയുടെ മുമ്പ് ആദ്യമായിട്ട് ബീഫ് പുറത്തുനിന്ന് കഴിക്കുന്നത് അമ്മ കണ്ടപ്പോ ഷീ വാസ് ലൈക്ക്, ഇങ്ങനെയല്ല ഞാൻ എൻ്റെ മോളെ വളർത്തിയത്, കഴിക്കണ്ടെന്നാ. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായി ഭാഗങ്ങളായി പൊടിഞ്ഞ് പഞ്ചറായി കൊണ്ടിരിക്കുകയാണ്. ഓരോ മാസം ഓരോ അസുഖങ്ങൾ. പണ്ട് എന്റെ അച്ഛൻ രാത്രിയാകുമ്പോ ഫുഡ് കഴിച്ചോണ്ട് ഒരു ബോക്സ് എടുക്കും, ഗുളികേന്റെ ബോക്സ്. ഞാനാണ് ആ ബോക്സ് എടുത്തിട്ട് നടക്കുന്നത്. ഫുഡ് കഴിഞ്ഞ് ഇരിക്കും. അവസ്ഥ 30s kids. ഓ ബൈ ദ വേ, ഇവരൊന്നും 30s അല്ല കേട്ടോ. ഇപ്പാവും കണ്ണടച്ച് തുറക്കുന്നതിന് പിന്നെ ഞാനും 5-30കളിലേക്ക്. ഞാൻ അടുത്ത 5 കൊല്ലത്തേക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ് 40 ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം.
നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടി മെച്ചുവർ ആയിട്ട് ബിഹേവ് ചെയ്യാൻ നമുക്ക് ഉത്തരവാദിത്തം തോന്നുന്ന ഒരു സമയമായിരിക്കും. 40കളൊക്കെ കാണുമോ പോലെ എനിക്ക് സംശയമാണ്. 40s ഒക്കെ കാണുമോ ഞാൻ? ഇന്നത്തെ കാലത്ത് പ്രിയ ഡെയിലി ജിമ്മിൽ പോകുന്ന ആളല്ലേ, പിന്നെ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതല്ലേ? അതൊന്നും കാര്യമില്ല. ആരെങ്കിലും ഞാൻ കാണും. ആണോ? പക്ഷെ ലോഞ്ചിവിറ്റി കുറവല്ലേ നമ്മുടെയൊക്കെ ജനറേഷനിലെ ആൾക്കാർക്ക്? നമ്മുടെ ഗ്രാൻഡ് പേരൻസിന്റെ പോലെ ഒന്നും ലോഞ്ചിവിറ്റി അല്ല ഇപ്പൊ കാണുന്നുണ്ട്. അടുത്ത ആഴ്ച ന്യൂക്ലിയർ നിർത്താനുള്ളതല്ലേ? അത് ശരിയാട്ടോ, നമുക്കൊന്നും പറയാൻ ഒരു പറ്റില്ല. അവസ്ഥയിൽ അപ്പൊ 5 ഏറ്റെടുത്തിരിക്കുകയാണ്. മീൻ വയൽ നമുക്ക് വാട്ടർമെലൻ ഫെറ്റ ചീസ് സാലഡ് പ്രിയനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യാം. ഞാൻ തിന്നാൻ എപ്പോ വിളിച്ചാലും ഓടി എത്തിക്കും. ഓക്കെ, ആദ്യം ഇത് ട്രൈ ചെയ്യും. എല്ലാം എന്റെ ഫസ്റ്റ് ടൈം ആണ്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണേ. അപ്പൊ സക്സസ് ആണെങ്കിൽ ഞാൻ ഇതിന്റെ റെസിപ്പി വ്ളോഗ് ഇടും. ഓക്കെ, ദിസ് ഈസ് വാട്ടർമെലൻ ഫെറ്റ സാലഡ് അല്ലേ? ഭയങ്കര ഫാൻസി തന്നെ. ഒന്നുമില്ല, കുറച്ച് പ്രോട്ടീനും വേണം, ഹൈഡ്രേഷനും വേണം. യുനോ ആണോ? വെരി ഫ്രഷ്. ഓക്കെ, ഇനി അടുത്ത വെജിറ്റേറിയൻ ഡിഷ്. നല്ല പുതിനയുടെ ഫ്ലേവർ ആണോ? എന്നാ ഇതിലും അതുണ്ടാവും. യു ഡോണ്ട് ലൈക്ക് പുതിന ഫ്ലേവർ? ഐ ലൈക്ക്. ഓക്കെ, ഫൈൻ, താങ്ക് യു. ദിസ് ഈസ് ചട്നി സാൻഡ്വിച്ച് അല്ലേ? കുറച്ച് ചൂടുണ്ടാവും, നാക്ക് പൊള്ളാതെ നോക്കിക്കോ. ഓക്കെ, ഇല്ലെങ്കിൽ ഇത് എല്ലാത്തിനും ഒരു റിയാക്ഷൻ ആണോ ഇങ്ങനത്തെ? You like it? ഞാൻ യൂഷ്വലി ഇവിടുത്തെ ഹാജിയിലിന്ന് എപ്പോഴും ഓർഡർ ചെയ്ത് കഴിക്കുന്ന സാധനമാണ്. Yeah, എനിക്ക് ഭയങ്കര ഇഷ്ടം. Oh, you like it? I love it. Oh, nice. This I really like. Okay, cool. തക്കിട്ടു പാവം എന്റെ മോള് 3 മണിക്കൂറായി എന്റെ കുട്ടി ഈ പുഡിംഗ് ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, അത് കഴിച്ചു. അതിപ്പോ പ്രിയ കഴിക്കണ കണ്ടിട്ട് കൊതിയായതാ. അതിപ്പോ എനിക്കും കൊതിയായി പോയി പെട്ടെന്ന്. I don't want any more എന്നൊക്കെ. തക്കിട്ടു ഈ പുഡിങ്ങിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് പറയുമ്പോ തക്കിട്ടിന്റെ ഫേസ് എടുക്കാം. It has 0 sugar. It's a healthy pudding. I'm trying not to make Mango healthy pudding. Look at her face. She's like So excited about having the pudding. Now look at her face. ദാ കേട്ടോ, എന്റെ വാവ കഴിച്ചോ. ഇറ്റ്സ് ഹെൽത്തി. നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തക്കിട്ടും ഞാനും ഒരുമിച്ചാണ് വെയിറ്റ് കുറയ്ക്കേണ്ട മിഷനിലുള്ളത്. എന്ത്? ഐ ടോൾഡ് യു റൈറ്റ്, നമ്മൾ ഡോക്ടർ തീരുമാനിച്ചതല്ലേ. യാ, സോ നമ്മൾ ഷുഗർ ഒക്കെ കുറച്ച് കൺട്രോൾ ചെയ്തിരിക്കാം. ഈ തക്കിട്ടു only me, not you. കുട്ട തെറ്റേ ഏതാ വേണ്ടേ? ചൂസ്. ഓക്കെ, ഇതൊക്കെ മാംഗോ പുഡിംഗ് മാത്രം. പക്ഷേ ഷുഗർ ഇല്ലാന്ന് അറിയുമ്പം എന്തായിരിക്കും? യു നോ വാട്ട്, സീസൺ ആയിട്ടോ? ഐ ടെൽ യു എ പ്ലേസ്. ഈ മറ്റേ പനമ്പിള്ളി നഗറിലോട്ട് ഇവിടുന്ന് പോകുന്ന വഴിയില്ലേ, നമ്മുടെ നവ്യ ബേക്കേഴ്സ് ഇല്ലേ, അതിന്റെ താഴെ ഇപ്പോൾ ഗ്രീൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട്. അവിടെ 3-4 തരം നൈസ് മാംഗോസ് ഉണ്ട്. ഷു ഗോ ദേർ. നൈസ്, ഒരു ഓർഗാനിക് ഫ്രഷ് ഫാമേഴ്സ് മാർക്കറ്റ് പോലെ. ഹൗ ഇസ് ഇറ്റ്? Good? No sugar and it's good? Wow, you're having healthy mango pudding. ഇനി പാവം കുറെ നേരമായിട്ട് ബീഫ് വറുത്തോണ്ടിരിക്കുന്ന അഞ്ജുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. You like pudina? Yeah? I like everything. അഞ്ജുനെ കണ്ട അങ്ങനെ ഒരു ഈറ്റർ ആണെന്ന് തോന്നില്ലല്ലേ? അങ്ങനെ എന്നെ കണ്ട തോന്നുന്നു പിക്ക് ചെയ്യാതെ എന്തും തിന്നുന്ന ഒരു ഈറ്ററായിട്ട്, ആനിമൽ ഈറ്റർ എന്നൊക്കെ. Oh, it's nice actually. Yeah? Please? Okay. Yes, ശില്പ ചേച്ചി ഉണ്ടാക്കി പറയല. എനിക്കത് കേൾക്കുമ്പോ എന്തോ പോലെയായി. ഇപ്പൊ കള്ളം പറയുന്ന പോലെ തോന്നുന്നു. ചോദിക്കണ്ടായിരുന്നു പുല്ല് എന്നൊക്കെ. ഈ ഒരു ഔട്ട്ഫിറ്റ് ആയിട്ട് ഇത് മാച്ച് ആവുന്നുണ്ട്. Yes, pink. Yeah, it's all pink. glass, pink top, pink putter. കസ്കസ് ആണ് മെയിൻ. എന്നൊരു കാര്യം പറയട്ടെ, അത് കസ്കസ് അല്ല. ചിയാ ആണോ? Yeah.
too healthy. ഇല്ല ഇതിലും മധുരം ഇല്ല Ruafza റൂഅഫ്സ ഉണ്ടല്ലോ അതിന്റെ മധുരം ഉണ്ടല്ലോ അപ്പൊ ഇതും healthy, not exactly healthy. Yeah, but not still like healthy. fully. Yeah. അങ്ങനെയല്ല എക്സ്ട്രാ ഷുഗർ നോ ആഡഡ് ഷുഗർ Ruafza already അവർ sugar വാരിക്കോരി ആ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആഡ് ചെയ്തില്ല നമ്മളെ ആഡ് ചെയ്തില്ല ആ ഒരു ഗിൽറ്റ് പറഞ്ഞു എനിക്കിപ്പോ പുറത്തുള്ള എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോ when I see no added sugar now I know what they mean. It does not mean it doesn't have sugar. More, please. More please. A zero sugar pudding hittai. What's that? Can I open and see please? Yeah. Oh wow. Ah, That's so cool. thank you. എല്ലാ വിഷമം മാറിയില്ലേ അപ്പൊ പുഞ്ചിരി കിട്ടിയില്ലേ ഇത് ഞാൻ ചൂടാക്കണ്ടേ എന്നാലല്ലേ കഴിക്കാൻ കൊള്ളുള്ളൂ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ചൂടായിട്ട് കഴിക്കണം എന്നുള്ള ഒരു ഫീലിംഗിൽ അത് ടേസ്റ്റ് ചെയ്താൽ മതി This is chicken cutlet. എത്ര നല്ല അച്ഛൻ കിട്ടൂല ഞാൻ വെള്ളം കൊടുത്താൽ പോലും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. How is the water? വയറപ്പം തൽക്കാലത്തേക്ക് കുറച്ച് ഫുള്ളാണ് അല്ല മതി അത് എന്നാലും ഇത്രയൊക്കെ കഴിച്ചില്ല ബിക്കോസ് പ്രിയക്ക് ഇപ്പൊ ഇനി ഇത് ഫുൾ ഫിനിഷ് ചെയ്യാനുള്ളതാണ് ഇത് തീർക്കണം ഈ വെജിറ്റേറിയൻ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും തീർത്തിട്ടാണ് പ്രിയ പോണ്ടത് സോ ഇതൊക്കെ ഇത് കുറച്ച് ലൊട്സ് ആണ് ഫോർ മീ I'm bringing you. Oh my god. Okay, ഞാൻ അൺബോക്സ് ചെയ്യണോ ഗൈസ് അൺബോക്സ് ചെയ്യണമെങ്കിൽ അടുത്ത വ്ളോഗിനുള്ള മോട്ടിവേഷനും കൂടെ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് guys. അപ്പൊ അടുത്തത് ഇതിന്റെ അൺബോക്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിലൊരു 2 മിനിറ്റുള്ള സാധനങ്ങളേ ഉള്ളൂ. സസ്പെൻസിന് ട്രെയിലർ അതിന് മാത്രമൊന്നുമില്ല പിന്നെ ഞാൻ പ്രിയ എനിക്ക് തന്ന ഗിഫ്റ്റ് നെക്സ്റ്റ് ബേസിക്കലി ഞങ്ങളൊരു എന്താ പറയാ സീരീസ് തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ തവണ ഞാനൊരു കീ ചെയിൻ കൊടുത്തായിരുന്നു അത് കീയിലിട്ട് വെച്ചിട്ടുണ്ട് സോ ഞാൻ ഹോങ്കോങ്ങിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാണ് അവിടുത്തെ ഒരു ട്രിക്ക് പിന്നെ അത് ആ കീ ചെയിനിലേക്ക് നമുക്ക് ആഡ് ചെയ്യിപ്പിക്കാം ലാസ്റ്റ് ടൈം പ്രിയ എനിക്ക് തന്ന കീ ചെയിൻ ആക്ച്വലി എന്റെ അടുത്ത് 2-3 പേര് അത് കണ്ടിട്ട് ചോദിക്കുകയും ചെയ്തു ഇതാര് തന്നതാണ് ഇതായിരുന്നു അത് ക്യൂട്ട് ഒരു ഭയങ്കര ഒരു ഗേർലി ആൻഡ് വെരി മീ സോ മീ കൈൻഡ് ഓഫ് എ തിങ് സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് വൺ താങ്ക് യു പ്രീ അപ്പോൾ അടുത്ത വ്ളോഗ് ഹോപ്പ്ഫുള്ളി വിതിൻ 2-3 ഡേയ്സ് ഞാനത് ഇടുന്നതായിരിക്കും ആ വ്ളോഗ് ആരംഭിക്കുമ്പോൾ തന്നെ പ്രിയ എനിക്ക് തന്നത് എന്ത് അതായിരിക്കും കണ്ടാൽ നിങ്ങൾ ഞെട്ടും അതാണ് ഫസ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇതിലല്ല ഇത് പറ ഇതിനകത്തുനിന്ന് ഇവരെല്ലാരും ടേസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അതിനകത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഇത് അഭിനയിക്കില്ല ഇത് ശരിക്കും കൊള്ളാം എന്ന് തോന്നിയ ഐറ്റം ഏതാണ് അതിന്റെ റെസിപ്പി വേണമെങ്കിൽ അത് കമന്റിലോ അതായിരിക്കും അടുത്ത വ്ളോഗിൽ ഓക്കെ സാൻഡ്വിച്ച് അത് സൂപ്പറാണ് Okay, fine. And what do you recommend? The salad. Watermelon feta cheese. Okay, and how about the pudding, Bubu? The pudding's yum. Yeah, okay. Yes. Vegetarian spring roll ഒക്കെ തീർന്നിരിക്കുകയാണ് ഇവിടെ വാര്യർക്ക് തിന്നാൻ ഒന്നുമേ ഇല്ലേ എല്ലാം ഞാൻ തക്കിട്ടു സാപ്പിട്ടാച്ച് അപ്പൊ പിന്നെ കാണാം ബൈ ബൈ